നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടോപ്പ് 10ലേക്ക് സ്വാഗതം. ബിജെപി ലക്ഷ്യമിടുന്ന വികസിത കേരളം എൻഡിഎ അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് കാട്ടിത്തരുമെന്ന മോദിയുടെ ഗ്യാരണ്ടിയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇനി ബിജെപിയുടെ മുഖ്യ പ്രചാരണ വിഷയം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് കേരളത്തിലെത്തിയ മോദി 10,000 കോടിയുടെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചാണ് മടങ്ങിയത്. ഒപ്പം പുതിയ പദ്ധതികൾക്ക് തുടക്കവുമിട്ടു. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള ബിജെപിയുടെ പ്രചാരണ വിളംബരം കൂടിയായിരുന്നു മോദിയുടെ വരവ്. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. अब बीजेपी एनडीए को अगले 5 साल सेवा करने का मौका दीजिए. आपको विकसित केरल की शानदार झलक दिखने मिलेगी. आपके पास मोदी की गारंटी है. കേരളത്തിൽ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. അധികാരത്തിലെത്തിയാൽ വികസനം എന്തെന്ന് കാണിച്ചു തരുമെന്ന് മോദിയുടെ ഉറപ്പ്. കലൂരിൽ റോഡ് ഷോ. 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ധീരവസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്തു. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യമെന്ന് മോദി. അമ്മയുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ. मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികളുടെ കൊച്ചിയിലെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും ആരോപണം. സമാന്തര ഉദ്ഘാടനം നടത്തി CPM. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നുവെന്നും ബഹിഷ്കരിച്ച് മര്യാദകേടെന്നും BJP. സംസ്ഥാനത്തും പാചകവാതക പ്രതിസന്ധി. ഹോട്ടലുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭക്ഷണ വിതരണത്തെ ബാധിക്കുന്നു. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും കത്തയച്ചു മുഖ്യമന്ത്രി. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ശ്രമം. നാളെ മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇന്ധന സർചാർജ് ഏർപ്പെടുത്താൻ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. ഇന്ധന പ്രതിസന്ധി താൽക്കാലികമെന്ന് വൈറ്റ് ഹൌസ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്കെതിരെ DGPക്ക് പരാതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്നെ പെടുത്തിയത് കടകംപള്ളിയാണെന്നും തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് കേസിന് പിന്നിൽ അദ്ദേഹമെന്നും ആരോപണം. കേരളത്തിൽ എയിംസ് വൈകുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. എയിംസ് അനുവദിക്കുന്നതിലെ മാനദണ്ഡം അറിയിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങളില്ലെന്ന് നോട്ടീസ് പതിച്ച് സർജറി വിഭാഗം ഡോക്ടർമാർ. മതിയായ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയയ്ക്കിടെ ജീവൻ പോയാൽ ഉത്തരവാദിത്തമില്ലെന്നും മുന്നറിയിപ്പ്. രാജ്യത്ത് ആദ്യ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. ഗാസിയാബാദ് സ്വദേശി ഹരീഷ് റാണയുടെ ചികിത്സ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ നിർദ്ദേശം. അനുമതി മാതാപിതാക്കളുടെ ഹർജിയിൽ. പണിതീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദത്തിൽ. 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനത്തിനായി ഒരുക്കിയത് കർട്ടൻ ഉപയോഗിച്ചു മറച്ച്. പ്രതിഷേധവുമായി കേരള ഒളിമ്പിക് അസോസിയേഷനും. വിവാദങ്ങൾക്ക് പിന്നാലെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ പവലിയൻ, സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ ആദ്യഘട്ട ഉദ്ഘാടനവും നിർവഹിച്ചു. ICC T20 റാങ്കിങ്ങിൽ കുതിച്ച് സഞ്ജു സാംസൺ. 18ാം സ്ഥാനം ഉയർന്ന് 22ാം റാങ്കിൽ. 1ാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പന്മാരുടെ പോരാട്ടങ്ങൾ. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെയും PSG ചെൽസിയെയും നേരിടും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസം തള്ളി. പ്രമേയം തള്ളിയത് ശബ്ദ വോട്ടോടെ. സുപ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ ഒന്നും രാഹുൽ ഗാന്ധി സഭയിൽ എത്തിയില്ലെന്നും മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ.
സ്റ്റോറി ഓഫ് ദി ഡേ, മൊണാലിസയ്ക്ക് മലയാളക്കരയിൽ മാംഗല്യം. കേരളം പിടിക്കാൻ NDA. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടതു വലതു മുന്നണികളെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചു. LDFനെയും UDFനെയും ഒരുപോലെ മാറ്റി നിർത്തണമെന്നും വികസനത്തിന് കേരളത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരണമെന്നും മോദി പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ വികസനം എന്താണെന്ന് കാണിച്ചു തരാമെന്നും മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വലിയ ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ കൊച്ചിയിലേക്ക് പ്രവർത്തകർ എതിരേറ്റത്. മെട്രോ സ്റ്റേഷന് മുൻപിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് റോഡ് ഷോ. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം NDAയുടെ മഹാസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലായിരുന്നു തുടക്കം. നമസ്കാരം എറണാകുളം. ഒപ്പം എല്ലാവരും പറയൂ, ജയ് കേരളം, जय विकसिता केरलम, जय विकसिता केरलम. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തിന് കേരളത്തിലെ ജനങ്ങൾ NDAയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടത് വലത് മുന്നണികളെ ഒഴിവാക്കാൻ കേരള ജനത മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു. 5 വർഷം തന്നാൽ എന്താണ് വികസനമെന്ന് കാണിച്ചു തരാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP NDA को अगले 5 साल सेवा करने का मौका दीजिए. आपको विकसित केरलम की शानदार झलक दिखने मिलेगी. आपके पास मोदी की गारंटी है. സംസ്ഥാനത്ത് വികസനത്തിന് തടസ്സം നിൽക്കുന്ന അഴിമതി, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെ ഇല്ലാതെയാക്കും. അഴിമതി, കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ CPMഉം കോൺഗ്രസും ഒരേപോലെ പങ്കാളികളാണ്. UDF കാലത്ത് സോളാർ അഴിമതിയായിരുന്നു. LDF കാലമായപ്പോൾ സ്വർണ്ണക്കൊള്ളയായി അത് മാറിയെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. यहां जब UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए. LDF के लोगों पर गोल्ड की लूट के आरोप है तो UDF के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഗൾഫ് നാടുകളിലുള്ള മലയാളികൾ ആശങ്കപ്പെടേണ്ടെന്നും പൂർണ്ണ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അത്തരം ആശങ്കകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ യുവനേതാവിന് ഇന്ത്യയിലെ യുവാക്കൾ സ്വന്തമായി ഡ്രോൺ നിർമ്മിക്കുന്നത് പോലും അറിയില്ലെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, NDA ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, സാബുവും ജേക്കബ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ വക ഉപഹാരവും സമ്മാനിച്ചു. മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 10,000-കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തെ BJPയുടെയും NDAയുടെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുള്ള മഹാസമ്മേളനത്തിലേക്ക് എത്തിയത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഉറപ്പെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ജനപ്രീതി തന്നെയാണ്. അത് വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് NDA നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നതും തന്റെ ഗ്യാരണ്ടി തന്നെയാണ്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം കൊച്ചിയിൽ നിന്നും KK പ്രസാദ്, അമൃത ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിൽ NDAയുടെ പ്രചരണ നായകൻ. കൊച്ചിയിലെ മഹാസമ്മേളനത്തോടെ അത് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ഉയർത്തിയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വികസനം എന്തെന്ന് കാണിച്ചു തരാമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. UDFനെയും LDFനെയും കടന്നാക്രമിക്കുന്നു വികസന വാഗ്ദാനങ്ങൾ. പക്ഷേ UDFന് ബദലായി വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല. BJPയുടെ ഗ്യാരണ്ടികൾ എന്തൊക്കെ പ്രശാന്ത്? അശ്വതി, തീർച്ചയായും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അത് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ആ ബ്രാൻഡിനെ തന്നെയാണ് കേരളത്തിൽ
BJP NDA മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യുക. അതായത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലാകെ തന്നെ കേരളത്തിലുണ്ടായ ഒരു തരംഗം നമ്മൾ കണ്ടതാണ്. BJPക്ക് അനുകൂലമായി കുറെയെങ്കിലും ജനത മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് തന്നെ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വ്യക്തിപരമായി വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ ഉന്നയിച്ചില്ല. ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞത്. മറ്റൊരു ഘട്ടത്തിലും ആരുടെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷേ രണ്ട് മുന്നണികളെയും കടന്നാക്രമിക്കണം. മാത്രമല്ല എന്താണ് കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വികസന രാഷ്ട്രീയമാണ്. മറ്റൊരു വിഷയവും നിലവിൽ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ BJP ഉന്നയിക്കുന്നില്ല. അതായത് അഴിമതിക്കെതിരായും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിനൊക്കെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകും. പക്ഷേ പ്രധാനമായും രാജ്യത്തിന്റെ നിലപാടിനൊപ്പം തന്നെ കേരളവും വികസിക്കണം. ആ നിലപാടിനൊപ്പം എത്തുകയും ചെയ്യണം. സ്വയം പര്യാപ്തതയിലേക്ക്, ആത്മനിർഭരിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. അതിനൊപ്പം നിൽക്കാൻ കേരളത്തിന് പലപ്പോഴും കഴിയുന്നില്ല. അത് കഴിയാത്തത് മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ എത്തുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ഘടകകക്ഷികളുടെ എണ്ണം കുറെ കൂടി രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ NDAയുടെ ഭാഗമായിട്ടുണ്ട്. അവരെ കൂട്ടിയോജിപ്പിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്ന ഉറപ്പ്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് BJP നൽകുന്ന ഉറപ്പ്, NDA നൽകുന്ന ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് തന്നെയാണ് ഘടകകക്ഷികൾക്ക് നൽകുന്നത്. ആ ഉറപ്പിന്മേൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളാണ്, പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ വികസനമാണ്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ലോകോത്തര നിലവാരത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന അഴിമതി മുക്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിലൂന്നിയായിരിക്കും BJP പോകാൻ പോകുന്നത്. മാത്രമല്ല വളരെ കൃത്യമായി കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള നിലപാട്, വിമർശിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അശ്വതി, ശരി, വിശദമായ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് നൽകിയത്. 10,800 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിന് സമർപ്പിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. 5,500 കോടിയിലധികം രൂപ ചെലവിൽ BPCLലും 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ദേശീയപാത പദ്ധതി, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കോഴിക്കോട് ബൈപ്പാസ് അടക്കമുള്ളവയാണ് നാടിന് സമർപ്പിച്ചത്. കേരളം സൗരോർജ്ജ മേഖലയിൽ മുന്നേറണമെന്നും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് കേരളത്തിൽ ധാരാളം സാധ്യതകളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ग्रीन और क्लीन एनर्जी की आवश्यकता है और भारत सोलर पावर के मामले में दुनिया के टॉप के देशों में से एक बन चुका है. हमारा प्रयास है कि केरलम भी सोलर पावर जनरेशन में और आगे बढ़े. इसी मकसद से आज वेस्ट कलाड़ा, उसमें 50 मेगावाट के फ्लोटिंग सोलर प्रोजेक्ट का फाउंडेशन स्टोन रखा गया है. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന 5,500 കോടിയിലധികം രൂപ ചെലവുള്ള പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ച മുഖ്യ പദ്ധതികളിലൊന്ന്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസ്, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും കൊച്ചിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കിയതും സർക്കാർ ചടങ്ങ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും പ്രധാനമന്ത്രി വേദിയിൽ പരാമർശിച്ചില്ല. സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ച ചടങ്ങിൽ ഹൈബി ഈഡൻ MP പങ്കെടുത്തുവെങ്കിലും ബെന്നി ബെഹനാൻ MP, ഉമാ തോമസ് MLA എന്നിവർ സന്നിഹിതരായിരുന്നില്ല. 6 लेन की सड़क बनने से अलीकल पोर्ट की कनेक्टिविटी बेहतर होगी. 6 लेन के कोझिकोड बाईपास से जाम की समस्या कम होगी और इससे ट्रेवल टाइम भी बहुत बच सकेगा. इन सारे प्रोजेक्ट से केरलम के किसानों को लाभ होगा, या टूरिज्म और दूसरी इंडस्ट्री को बल मिलेगा. अराउंड 11,000 करोड़ रुपीस के प्रोजेक्ट का शिलान्यास और लोकार्पण हुआ है. मैं केरलम की जनता को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനവും
പ്രധാനമന്ത്രി നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. കടലിന്റെ മക്കൾക്ക് നമസ്കാരം പറഞ്ഞാണ് ധീരവസഭാ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അഖില കേരള ധീരവസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങളിലൊന്നായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മക്കളക്ക് നമസ്കാരം. കടലിന്റെ മക്കൾക്ക് നമസ്കാരം പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. തന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ഈശ്വരൻ. ജനങ്ങളുടെ അനുഗ്രഹം തേടാനാണ് താൻ എത്തിയതെന്നും ധീവരസഭ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. നദിയെയും സമുദ്രത്തെയും മറ്റുള്ളവർ വെറും വിഭവമായി കാണുമ്പോൾ ധീവരസഭയിലെ അംഗങ്ങൾ അതിനെ അമ്മയായി കാണുന്നു. നിങ്ങളുടെ പാരമ്പര്യം ഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാഹരണമാണ്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഒന്നായി കാണുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കേരളം के इतिहास में सामाजिक परिवर्तन की पवित्र भूमि रही. पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी. उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है. मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. വർഷങ്ങളായി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണ്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയമുണ്ടാക്കി. ഫിഷിംഗ് ഹാർബറുകൾ ആധുനികവൽക്കരിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ കേരളത്തിനായി മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है. ये बीजेपी NDA सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया. हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए. प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1400 करोड़ रुपीस का प्रावधान किया गया है. इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है. കേരള എന്നത് കേരളം എന്നാക്കണമെന്ന മലയാളികളുടെ ആവശ്യം നടപ്പിലായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിലെ ദേശീയപാത 66-നെ ചൊല്ലി വിവാദവും കല്ലുകടിയും. പ്രധാനമന്ത്രി കൊച്ചിയിൽ നിർവഹിച്ച വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചു. ദേശീയപാത 66-ന്റെ 2 റീച്ചുകളിലാണ് ഇന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരായ MP രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ക്ഷണമുണ്ടായിരുന്നില്ല. ഇത് വലിയ രാഷ്ട്രീയ പോരിനാണ് വഴിവെച്ചത്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും മന്ത്രിമാരും CPM നേതൃത്വവും ആരോപിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി മര്യാദകേടെന്നാണ് BJP നേതൃത്വം വിമർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വരവും മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ ബഹിഷ്കരണവും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ കൊടുങ്കാറ്റായി മാറുകയാണ്. ദേശീയപാത 66-ന്റെ ഉദ്ഘാടനത്തിൽ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിലെ പ്രോട്ടോകോൾ ലംഘനമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. നോട്ടീസിലടക്കം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പേരുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റിയുമായി കരാറിലൊപ്പിട്ട വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് സർക്കാർ രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ MP രാജേഷിന്റെയും K കൃഷ്ണൻകുട്ടിയുടെയും പേരുകളാണ് ചടങ്ങിലുണ്ടായിരുന്നത്. അവസാന നിമിഷമാണ് മന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതെന്നും വിമർശനമുണ്ട്. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ ക്രെഡിറ്റ് മുഴുവൻ BJPക്ക് ഒറ്റയ്ക്കെടുക്കാനുള്ള ശ്രമമെന്നും മന്ത്രിമാർ പൊട്ടിത്തെറിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് CPM നേതൃത്വവും ആരോപിച്ചു. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്.
അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോട് മാത്രമുള്ള മര്യാദകേടല്ല, മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഈ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. X or Y ആര് വേണമെങ്കിലും വകുപ്പ് മന്ത്രിയാവാം, മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. അതേസമയം സർക്കാർ നിലപാട് മര്യാദകേടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിനോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്? എന്നാൽ ദേശീയപാത ഉദ്ഘാടന വേദിയിൽ പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തതിലെ വിമർശനം കോൺഗ്രസ് നേതാക്കളും മറച്ചുവെച്ചില്ല. യാസിനെ വിളിക്കേണ്ടതായിരുന്നു, സംസ്ഥാനത്തെ PWD മന്ത്രിയാണ്, സാമാന്യ മര്യാദയെ വിളിക്കേണ്ടതായിരുന്നു. 2014 കേരളത്തിൽ ദേശീയപാത വികസനം വേണ്ട എന്ന് അവസാനിപ്പിച്ചിടത്തു നിന്ന് 2016 LDF സർക്കാർ ഏറ്റെടുത്തു നടത്തിയ കഠിന പ്രയത്നങ്ങൾ എണ്ണിപ്പറയുകയാണ് ഭരണകൂടം. ദേശീയപാത കടന്നുപോകുന്ന മറ്റു സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഒരു തുക പോലും നൽകാതിരുന്നിടത്ത് സംസ്ഥാനം നൽകിയ കോടികളുടെ കണക്കും സർക്കാർ നിരത്തുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ചടങ്ങ് മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചതിലെ രാഷ്ട്രീയ പോരാട്ടം മറ്റൊരു പോർമുഖത്തിനു കൂടി വഴി തുറക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NH-66 ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്ത സംഭവത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുകയാണ് CPM. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൊണ്ട് റോഡ് ഷോ നടത്തി ജനകീയമായി ഉദ്ഘാടനം ചെയ്താണ് CPM ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തത് ശരിയായില്ല എന്ന അഭിപ്രായ പ്രകടനവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ NH-66 ഉദ്ഘാടന വേദിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ആലോചനയിൽ നിന്നാണ് CPIM സമാന്തര ഉദ്ഘാടനവുമായി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ വാഹനത്തിൽ യാത്ര ചെയ്ത് ജനകീയ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യക്തിപരമായല്ല ഇതിനെ കാണുന്നത്. മന്ത്രിയെ മാറ്റി നിർത്തി BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ കൊണ്ടുവന്നതിനെ രാഷ്ട്രീയമായാണ് ചോദ്യം ചെയ്യുന്നതെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവനയെ വ്യക്തിയാധിക്ഷേപം നടത്തുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതിരോധിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ആശയപരമായ പോരാട്ടമാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഒരു ഗുസ്തി മത്സരമല്ല. രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു മുറിയിലിട്ട് പൂട്ടി അവർ തമ്മിലടിച്ച് അതിൽ ആരാണോ രക്ഷപ്പെട്ടു വരുന്നത് അവരുടെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന രീതിയല്ലല്ലോ ജനാധിപത്യ രീതി. ദേശീയപാതയിലെ സംസ്ഥാന സർക്കാരിന്റെ പങ്കിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള പ്രചരണമാക്കി മാറ്റാനാണ് CPIM ശ്രമിക്കുന്നത്. അതേസമയം മന്ത്രിയെ വിളിക്കാതിരുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കളും പിന്തുണയുമായി രംഗത്തെത്തി. വിളിക്കാതെ നടത്തുന്നതൊക്കെ വളരെ ചീപ്പാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു പദം എന്ന് പറയുന്നത് അതൊക്കെ വളരെ ചീപ്പാണ്. ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഭരണം ആർക്കാണെങ്കിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നിർബന്ധമാണ്, മര്യാദയാണ്. രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും ദേശീയപാത നിർമ്മാണത്തിൽ ഉൾപ്പെടെ വികസന കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് നീങ്ങുകയാണെന്ന പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന സമയം തന്നെ സമാന്തര ഉദ്ഘാടനം നടത്തിയതോടെ കേന്ദ്ര സംസ്ഥാന പോരിനു കൂടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷനും ഇതിലൊരു വശത്തുണ്ട് എന്നുള്ളതും പോരിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നോക്കാം. സർക്കാരിന് വേണ്ട രീതിയിലുള്ള ക്ഷണമില്ലായിരുന്നുവെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഇത് BJPയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്. 5580 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കാനായി സംസ്ഥാന സർക്കാർ നൽകിയതെന്നും ശിവൻകുട്ടി പറയുന്നു. എന്നാൽ ഹൈവേ ഉദ്ഘാടന വിവാദം CPM BJP രാഷ്ട്രീയ നാടകമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതേസമയം നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ കേരളം എന്തു പങ്കാണ് വഹിച്ചത് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ചോദ്യം. ദേശീയപാതയിൽ തകരാറുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറഞ്ഞത്. ഫ്ലെക്സിൽ പടം വേണം, എന്നാൽ പണിയെടുക്കില്ലെന്നും V മുരളീധരൻ പരിഹസിച്ചു. പ്രതികരണങ്ങൾ നോക്കാം. ഉദ്ഘാടന വേദിയിൽ നിന്ന് സംസ്ഥാന പ്രതിനിധികളെ ഒഴിവാക്കിയ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയും. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ നൽകിയ സംഭാവനകൾ എന്താണെന്ന് വ്യക്തമാക്കണം. വട്ടപൂജ്യമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെയും LDF സർക്കാരിൻ്റെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ നാടകം ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. ജോലി തീരാതെ ഉദ്ഘാടനം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെങ്കിൽ അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയല്ലേ, കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് എല്ലാവരും എലക്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ പോരെ. ആളുകളുടെ മുന്നിൽ ദയവ് ചെയ്ത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പരിഹാസ കഥാപാത്രങ്ങളാകരുത്. പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. മുഖ്യമന്ത്രി 3 ഉദ്ഘാടനമാണ് മറ്റേത് നടത്തിയത്. തുരങ്കപാത, ഒന്ന് സർവേ ഉദ്ഘാടനം, ഒന്ന് നിർമ്മാണ ഉദ്ഘാടനം, അത് കുഴപ്പമില്ല. രണ്ടാമത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇത് തീരാത്തൊരു പാതയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഉള്ള തർക്കമാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല ഈ തർക്കത്തിൽ. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കേണ്ടതാണ്. അത് വിളിക്കാതിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല. ഇത്രയും കാലം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നാഷണൽ ഹൈവേയിൽ തകരാറുണ്ടായപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊരു റോളും ഇല്ലെന്നല്ലേ. ഇപ്പൊ എങ്ങനെ റോള് വന്ന്? ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്നാണല്ലോ സംസ്ഥാന മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോ പ്രധാനമന്ത്രി വരുമ്പോൾ ഞാൻ സ്റ്റേജിൽ ഇരിക്കണം, ഈ പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്തൊക്കെ തല കാണിക്കണം എന്നുള്ള മോഹം, ഈ ഇല്ലാത്ത കാര്യത്തിന് അവകാശം നടിക്കുന്ന പരിപാടി. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഫ്ലക്സിൽ പടം വേണം, പണിയെടുപ്പിക്കാൻ ഒരു താല്പര്യമില്ല. വാർത്തയിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 50 മണ്ഡലങ്ങളിൽ ധാരണയായി. 31 പേരുടെ പട്ടികയ്ക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകി. MP-മാർ പട്ടികയിൽ ഇല്ലെന്ന് മധുസൂദനൻ മിസ്ത്രി. ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 50 മണ്ഡലങ്ങളിൽ ധാരണയിലെത്തി. 22 സിറ്റിംഗ് MLA-മാരിൽ പാലക്കാട്ടും തൃപ്പൂണിത്തറയിലും ഒഴികെ 20 പേരും മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ തീരുമാനം. പെരുമ്പാവൂരിൽ ഹൈക്കമാൻഡ് തീരുമാനം അന്തിമമാകും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ വശവും പരിശോധിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. എല്ലാം ചർച്ച ചെയ്യും. ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. K. സുധാകരനും അടൂർ പ്രകാശിനും പുറമെ കൂടുതൽ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചതും നേതൃത്വത്തിന് തലവേദനയാണ്. MP-മാർ മത്സരിക്കുന്നതിൽ തീരുമാനം പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെതാണെന്നും ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ആർക്കും ആഗ്രഹിക്കാൻ പാടില്ല. നേരത്തെ MP-മാർ മത്സരിച്ചിട്ടുണ്ട്, MLA-മാർ മത്സരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയാണ് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. MP-മാർ മത്സരിക്കുന്ന വിഷയത്തിൽ തന്റെ നിലപാട് പരസ്യമായി പറയുന്നില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നിലവിൽ 50 സീറ്റുകളിൽ ധാരണയായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ മാത്രമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. K. സുധാകരന് പരസ്യ പിന്തുണയുമായി അണികൾ. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വെട്ടിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന കോൺഗ്രസിന് മുന്നറിയിപ്പ്. സുധാകരൻ മത്സരിക്കുന്നതിന്റെ ഗുണം സമീപ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും. അതേസമയം തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്നും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുത് എന്നാണ് കണ്ണൂർ DCCയുടെ നിലപാട്.
കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് 110% താൻ മത്സരിക്കുമെന്ന് KPCC മുൻ പ്രസിഡന്റ് K. സുധാകരൻ MP മറുപടി നൽകിയത്. കണ്ണൂരിൽ കണ്ണൂരിൽ മത്സരിക്കാൻ K. സുധാകരൻ MP ആഗ്രഹം പരസ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ KPCC നിലപാട് കടുപ്പിച്ചിരുന്നു. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, തീരുമാനങ്ങൾ AICCയും KPCCയും അറിയിക്കും. എംപിമാരിൽ ആർക്കെങ്കിലും ഒഴിവ് നൽകിയാൽ കൂടുതൽ പേർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമെന്നതിനാൽ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ കണ്ണൂർ DCCയും K. സുധാകരനെ തള്ളി. AICCയിൽ അതിന് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയുണ്ട്, അങ്ങനെ പല കമ്മിറ്റികളും അതിനകത്തുണ്ട്. അത്തരം കമ്മിറ്റികൾ ആ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ടും തീരുമാനിക്കും. K. സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് സുധാകരപക്ഷം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വെട്ടിയാൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. UDF അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിസ്ഥാനത്ത് സുധാകരൻ ഉണ്ടാകണമെന്നത് അണികളുടെ ആഗ്രഹമാണെന്നും സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നാണ് അനുകൂലികളുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം K. സുധാകരൻ അനുകൂലമായി പരസ്യപ്രകടനത്തിനൊരുങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരെ DCC നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. അതേസമയം സീറ്റ് നൽകിയില്ലെങ്കിൽ വലിയ വിഭാഗീയത കണ്ണൂർ കോൺഗ്രസിൽ ഉടലെടുക്കുമെന്ന ആശങ്കയും DCC നേതൃത്വത്തിനുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. മൗനം വെടിഞ്ഞ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണും. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ പാർട്ടിക്ക് അത് വലിയ തലവേദനയാകും. കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് സൂചന നൽകിയ സാഹചര്യത്തിൽ സുധാകരന് പറയാനുള്ളത് എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന G. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടരുന്നു. രാത്രി വൈകി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സുധാകരനെ കണ്ടു. സുധാകരന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായേക്കാമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ബലാബലങ്ങളിൽ വിവാദങ്ങൾക്ക് വേദിയായി മാറുകയാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ മണ്ഡലം. G. സുധാകരൻ എന്ന CPMലെ വൻമരം തുറന്ന പോരിന് തയ്യാറായതോടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് അമ്പലപ്പുഴ മണ്ഡലം സാക്ഷിയാകാൻ പോകുന്നത്. നിലവിൽ ഇടതുപക്ഷം അധികാരം കൈയാളുന്ന മണ്ഡലത്തിൽ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് സ്വതന്ത്രനായി മത്സരരംഗത്തെത്തിയാൽ അത് CPMന് ചെറുതല്ലാത്ത തലവേദനയാകും സൃഷ്ടിക്കുക. ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ സുധാകരന് പിന്തുണയുമായി കോൺഗ്രസ് എത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സുധാകരനെ UDF പിന്തുണച്ചാൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് അമ്പലപ്പുഴ മണ്ഡലം വേദിയാകും. അഴിമതി ആരോപണങ്ങളിൽ പെടാത്ത ജനകീയനായ നേതാവെന്ന മുഖച്ഛായയും പേറിയാണ് സുധാകരൻ പുതിയ തീരുമാനത്തിലേക്ക് ചുവടുവെക്കുന്നത്. CPM ആധിപത്യം തുടരുന്ന മണ്ഡലത്തിൽ ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ ചൂതുകളിയിൽ പാർട്ടിയോ സുധാകരനോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരാഴ്ച നീണ്ട മൗനത്തിനു പിന്നാലെ സുധാകരൻ മൗനം വെടിയുന്നതോടെ നാളെ നടക്കുന്ന പത്രസമ്മേളനത്തിൽ സുധാകരൻ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചാവിഷയമാകുന്നു. നിർമ്മാണം ആരംഭിച്ച് 11 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കാത്തതിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ഈ വർഷം തന്നെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5.18 കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് കോട്ടയത്തെ ആകാശപാത. നിർമ്മാണം ആരംഭിച്ച് 11 വർഷങ്ങൾ പിന്നിടുമ്പോഴും പദ്ധതി തൂണുകളും ഇരുമ്പ് ചട്ടക്കൂടും മാത്രമായി സ്തംഭനാവസ്ഥയിലാണ്. തൂണുകളിലൊന്ന് ഇരുമ്പ് ചട്ടക്കൂടിൽ തൊടാതെ വിട്ടുനിൽക്കുന്നത് വിവാദമായിരുന്നു. ആകാശപാത നിർമ്മാണം എങ്ങുമെത്താതെ വന്നതോടെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിക്കുകയും കോടതി സർക്കാരിനോട് നിലപാട് തേടുകയും ചെയ്തിരുന്നു. പാലക്കാട് IIT, ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവ നടത്തിയ പരിശോധനയിൽ നിലവിലെ നിർമ്മിതിക്ക് ബലക്ഷയം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ പദ്ധതി അശാസ്ത്രീയമാണെന്നും നഗരവികസനത്തിനായി ഭാവിയിൽ ഇത് പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം LDF സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും നിർമ്മാണ കരാർ കിറ്റ്കോയിൽ നിന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറാനുള്ള നീക്കം നടപ്പാകാതെ വന്നതാണ് സർക്കാർ പദ്ധതിയെ എതിർക്കാൻ കാരണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആരോപിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇടതു പാർട്ടികളും BJPയും അടക്കം ആകാശപാത പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ഡിസംബർ മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു മെയ് മാസത്തിൽ കഴിയും. ഞങ്ങൾ നിശ്ചയമായും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിന് മുമ്പ് സ്കൈവോക്ക് പുതിയ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞതാണ് എൻ്റെ വാക്ക്. അത് നമ്മൾ ഈ ഗവൺമെൻറ് പോയാൽ നിശ്ചയമായിട്ടും നമ്മളിത് പുതിയ രൂപത്തിൽ എയർ കണ്ടീഷൻഡാക്കി
അതിൻ്റെ മേളിൽ ഒരു നിലയും കൂടെ തീർത്ത് ജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കും. പദ്ധതി പൂർത്തീകരിക്കാനാവാത്തത് MLAക്ക് വ്യക്തിപരമായും ഒരു അഭിമാന പ്രശ്നമായി അവശേഷിക്കുകയാണ്. കോട്ടയത്ത് വികസന മുരടിപ്പെന്ന് ആരോപിക്കുന്ന BJPക്കും ഇടതുമുന്നണിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉയർത്തിക്കാട്ടാനുള്ള ഒരു പ്രധാന വിഷയമായി ആകാശപാത മാറുമെന്നതിൽ സംശയമില്ല. അതേസമയം തന്നെ കോട്ടയത്തെ അടയാളപ്പെടുത്തുന്ന നിർമ്മിതിയായി പൂർത്തീകരിക്കാത്ത ആകാശപാത മാറിയെന്നതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, കോട്ടയം. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സീറ്റ് ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകിയതോടെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ. സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകിയ വേളയിലാണ് ബാലകൃഷ്ണന്റെ പേര് തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ ഉൾപ്പെടെ ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ബാലകൃഷ്ണൻ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. LPG ക്ഷാമത്തിൽ വലഞ്ഞ് രാജ്യം. സംസ്ഥാനത്തും പാചകവാതക പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഹോട്ടലുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭക്ഷണ വിതരണത്തെ പ്രതിസന്ധി പ്രതികൂലമായി ബാധിക്കുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷം തുടരുന്നതോടെയാണ് സംസ്ഥാനത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായത്. ഹോട്ടലുകൾക്ക് പുറമെ ആശുപത്രികൾ, ഹോസ്റ്റലുകൾ, സർക്കാർ ഓഫീസ് ക്യാന്റീനുകൾ എന്നിവയുടെ പ്രവർത്തനത്തെയും പാചകവാതക പ്രതിസന്ധി ബാധിച്ചു കഴിഞ്ഞു. ഒരു ദിവസത്തേക്കുള്ള സിലിണ്ടർ മാത്രമാണ് പല ഹോട്ടലുകളിലും അവശേഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തെ സാധനം തീരാറായി. ഒരുപക്ഷെ നാളെയും കൂടെ പോകും. അത് കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കേണ്ട സാഹചര്യമാണ്. മറ്റന്നാളത്തേക്ക് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇപ്പോൾ 4 ദിവസമായിട്ട് ഗ്യാസ് വരുന്നില്ല. അപ്പോൾ ഞാനിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ലോഡ് വരുന്നില്ല, തരാൻ നിർവാഹമില്ലെന്നുള്ള സാഹചര്യമാണ്. മെഡിക്കൽ കോളേജിലടക്കം സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണത്തെയും പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ബ്രെഡിന് ഇത് ചെയ്യത്തില്ല, അപ്പോൾ നിർത്തി വയ്ക്കേണ്ടി വരും ദിവസങ്ങളിൽ. അപ്പം ഇവിടെ ഈ പാവപ്പെട്ട സാധാരണക്കാരെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടും അവരുടെ അനുദിന ചെലവിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അവർക്കൊരു ആശ്വാസമാണ് നമ്മൾ വീട്ടിലുണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പം ഇത് മാറിയില്ലെങ്കിൽ എനിക്ക് ബ്രെഡിനെ ഞാൻ എന്നും ഇത് കൊടുക്കാൻ താല്പര്യമില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി GRNലും കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും സിലിണ്ടർ ക്ഷാമം സംസ്ഥാനത്തെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകി ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് പരാതിയിൽ കടകംപള്ളിയുടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് DGPക്ക് പരാതി നൽകിയത്. തനിക്കെതിരെ കഴക്കൂട്ടം സ്വദേശിനിയെ കൊണ്ട് SITക്ക് പരാതി നൽകിച്ചത് കടകംപള്ളിയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകിയത്. ഭൂമി തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ കഴക്കൂട്ടം സ്വദേശിനിയെ കൊണ്ട് പരാതി നൽകിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ തന്നെ കുരുക്കുവാനും കേസ് വഴിതിരിച്ചുവിടുന്നതിനുമാണ് ഇപ്പോഴത്തെ ശ്രമം. തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് കേസിൽ കടകംപള്ളിയുടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. പോറ്റി ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ഈടായി വാങ്ങിയ ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റി മറിച്ചുവിറ്റുവെന്നാരോപിച്ച് യുവതി SITക്ക് പരാതി നൽകിയത്. യുവതിക്ക് 3 കോടിയോളം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് കഴിയില്ലെന്ന് അറിയിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. കടകംപള്ളിയെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ SIT ചോദ്യം ചെയ്തതടക്കം പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനാണ് ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ പരാതി നൽകിയതെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ എയിംസ് എന്തുകൊണ്ട് വൈകുന്നു? ചോദ്യം ഹൈക്കോടതിയുടേതാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുമ്പോൾ കേരളത്തിനോട് മാത്രം വിവേചനം എന്തെന്ന് കോടതി ചോദിച്ചു. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുവാനുള്ള സാധ്യതാ പഠനം നടത്താൻ ഹൈക്കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും നടത്തിയതായി കോടതിയെ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്ന വരട്ടുന്യായം പറഞ്ഞ് കോടതിയിൽ തടിതപ്പാൻ നോക്കിയപ്പോഴാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായ കേരളത്തിന് എയിംസ് അത്യന്താപേക്ഷിതമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാധ്യതാ പഠനം നടത്തുവാനുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് കാണിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ 18ഓളം എയിംസ് സ്ഥാപിച്ചുവെന്നും 22 എണ്ണം അനുവദിക്കുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ കേരളത്തോട് മാത്രം എന്താണ് ഇത്ര വിവേചനം കാണിക്കുന്നതെന്ന് കോടതി ചോദിച്ചു.
സ്ഥലം കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. കണ്ടെത്തിയ സ്ഥലം പോരെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുവാനുള്ള സാധ്യതാ പഠനമെങ്കിലും നടത്തിക്കൂടെ എന്നാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഹാജരായി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. നമ്പർ 1 ആരോഗ്യ കേരളം എങ്ങോട്ട്? ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപര്യാപ്തതകൾ എണ്ണിപ്പറഞ്ഞ് രോഗികൾക്കായി നോട്ടീസ്. ആവശ്യമായ സൗകര്യങ്ങളില്ല, ജീവഹാനി വരെ ഉണ്ടാകാം എന്നിങ്ങനെ രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നോട്ടീസാണ് ജനറൽ സർജറി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ പതിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നവർ ആശുപത്രിയുടെ അപര്യാപ്തതകൾ അറിഞ്ഞിരിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. രാജ്യത്താദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന UP സ്വദേശി ഹരീഷ് റാണയ്ക്കാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി ദയാവധം അനുവദിച്ചത്. റാണയുടെ കുടുംബം നൽകിയ അപേക്ഷയിലാണ് നടപടി. പണി തീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദമാകുന്നു. 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കർട്ടൻ ഉപയോഗിച്ച് മറച്ചായിരുന്നു കെട്ടിടം ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരുന്നത്. അതേസമയം കായിക മന്ത്രിക്കെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തി. പത്തനംതിട്ട ജില്ലയുടെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് KK നായർ സ്റ്റേഡിയമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ജില്ലാ സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂൾ, പവലിയൻ 1ാം ഘട്ടം, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വിവിധ നിർമ്മാണ പ്രവർത്തനം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ ആശുപത്രിയെ അത്യാധുനിക നിലവാരത്തിൽ ഉയർത്തിയതായും 52 കോടി രൂപ ചെലവഴിച്ചാണ് ജനറൽ ആശുപത്രിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതെന്നും 2ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചതായും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജും പറഞ്ഞു.